ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല നല്ല ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കുട്ടികൾക്കൊക്കെ സ്കൂളിലേക്ക് ലഞ്ച് കൊടുത്തു വിടുന്ന ടൈമിൽ ഇതുപോലെയുള്ള പാത്രങ്ങളിലൊക്കെ ആയിരിക്കും നമ്മൾ കറികളൊക്കെ കൊടുത്തു വിടുക. ആ പാത്രത്തിൻ്റെ മൂടിയെങ്ങാനും ലൂസായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്ത് അടച്ചു കൊടുക്കുകയാണെങ്കിൽ മൂടി നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതിൽ നിന്ന് കറിയൊന്നും പുറത്തു പോവുകയുമില്ല. ഇതുപോലെ തന്നെ ലഞ്ച് ബോക്സ് ആണെങ്കിലും കറിപ്പാത്രം ആണെങ്കിലും തുറന്നു പോകാതിരിക്കാനുള്ള ഒരു നല്ല ടിപ്പ് കൂടി ഇതിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. അതിനായിട്ട് ഒരു നല്ല വെള്ള പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ മടക്കിയിട്ട് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ പാത്രത്തിൽ വെച്ച് കൊടുത്ത് അടച്ചു കൊടുക്കുക. അപ്പോൾ നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഇതും ട്രൈ ചെയ്ത് നോക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. ഇങ്ങനെ കടലാസ് കൊണ്ട് പാത്രം ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ രീതിയിൽ കടലാസ് വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിൽ പോയാൽ തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കിച്ചണിൽ പച്ചക്കറികളൊക്കെ നന്നാക്കി എടുക്കുന്ന സമയത്ത് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഒരു കവറോ വിരിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നന്നാക്കി എടുക്കുകയാണെങ്കിൽ കിച്ചൺ സ്ലാബ് ക്ലീൻ ചെയ്തെടുക്കേണ്ട ആവശ്യം വരില്ല. സവാള പെട്ടെന്ന് നന്നാക്കി എടുക്കുന്നതിനായിട്ട് അതിൻ്റെ രണ്ട് ഭാഗവും ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇപ്പുറത്ത് കാണുന്ന ആ തോലൊന്ന് വലിച്ചു കൊടുത്താൽ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള നന്നാക്കി എടുക്കാൻ കഴിയും. ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുക. ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നന്നാക്കി എടുക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അത് എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ രണ്ടറ്റവും ഒന്ന് മുറിച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ തോൽഭാഗം ഈ രീതിയിലൊന്ന് നീക്കം ചെയ്താൽ മതി. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെറിയുള്ളി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും വൃത്തിയാക്കി എടുക്കാൻ പറ്റും. ഈ മെത്തേഡ് ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. എനിക്ക് ഏറ്റവും യൂസ്ഫുള്ളായി തോന്നിയ ഒരു കാര്യമാണ് ഇത്. അതുകൊണ്ടാണ് നിങ്ങളിലേക്ക് ഇത് പകർന്ന് നൽകുന്നത്. ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉള്ളികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ നന്നാക്കി എടുക്കാൻ കഴിയും. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് കുട്ടികളൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ബോട്ടിൽ ഇതുപോലെ അഴുക്ക് പിടിച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് സ്വല്പം കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മൂടി അടച്ചതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുക. ഈ രീതിയിൽ ക്ലീൻ ചെയ്ത് എടുക്കുകയാണെങ്കിൽ ബ്രഷിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. അതുപോലെ ബോട്ടിലുള്ള ബാഡ് സ്മെല്ലൊക്കെ പോയി കിട്ടും. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല രീതിയിൽ തന്നെ ഞാനിവിടെ ഷേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലെ ഉപ്പൊക്കെ നീക്കം ചെയ്ത് സ്വല്പം വെള്ളം കൊണ്ട് ഇതൊന്ന് കഴുകിയെടുത്ത് വരാം. ബോട്ടിൽ എത്രത്തോളം ക്ലീനായി കിട്ടിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ ബോട്ടിൽ ക്ലീൻ ചെയ്തെടുക്കാത്തവരുണ്ടെങ്കിൽ ക്ലീൻ ചെയ്തെടുക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. മുട്ട വേവിക്കാനായി വെക്കുന്ന സമയത്ത് അതിലേക്ക് സ്വല്പം കല്ലുപ്പിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവിക്കുകയാണെങ്കിൽ മുട്ട പൊട്ടാതെ നല്ല രീതിയിൽ തന്നെ കിട്ടുന്നതാണ്. ഇനി അടുത്തതായിട്ട് കാണിക്കാൻ പോകുന്നത് തുണികളൊക്കെ മെഷീനിൽ കഴുകുന്ന സമയത്ത് കെട്ടുപെട്ട് വളരെ പ്രയാസപ്പെട്ടിട്ടാണ് നമ്മൾ തുണികളൊക്കെ എടുക്കാറുള്ളത്. ആ കെട്ടുപെടൽ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ഒരു കുഞ്ഞു ടിപ്പാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനായിട്ട് മെഷീനിൽ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതിലേക്ക് കഴുകാനുള്ള തുണികളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. തുണികൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യമായ സോപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തുണികൾ കെട്ടുപിടിക്കാതിരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് കവറ് ഇതുപോലെ ചുരുട്ടി മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ തുണികളൊന്നും കെട്ടുപിടിക്കുന്നില്ല. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഇതിൽ കാണിച്ചു തരുന്നുണ്ട്. തുണികളൊക്കെ കെട്ടുപിണഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റിയെടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടി ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കല്ലേ. മെഷീനിൽ തുണി കഴുകുന്ന സമയത്ത് തുണികളൊക്കെ പരസ്പരം കെട്ടുപിണയുക എന്നുള്ളത് സർവ്വസാധാരണമാണ്. ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രിക്കാണ് ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഇതുപോലെ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തുണികളൊക്കെ പരസ്പരം കെട്ടുപിണയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് തുണികൾ ഓരോന്നായി തന്നെ എടുത്ത് മാറ്റാം. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ആദ്യമായി വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടി പ്രസ് ചെയ്തിടുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. ഇന്നത്തെ ടിപ്സുകളെല്ലാം എല്ലാവർക്കും ഉപകാരമായി എന്ന് തോന്നുന്നു. ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരേക്കും എല്ലാവർക്കും ബൈ.